ഇതൊരു 2023 സ്വിഫ്റ്റാണ് കേട്ടോ. ഒന്ന് ഡിവൈഡറിൽ കൊണ്ടുവന്ന് ഇടിച്ചതാണ്. ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു കണക്കിന് നോക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനം റെഡിയാക്കാനായിട്ട് ചിലവ് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബോണറ്റ്, അതിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്, അതിൻ്റെ ടയറ്, അലോയ്, ഫെൻഡർ, അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന കുറച്ച് പാർട്സുകൾ പോയിട്ടുണ്ട്. എയർ ബാഗ് രണ്ടും പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് പിടിച്ച് മാറ്റണം. ഇപ്പോൾ പറഞ്ഞ മാതിരി ഏകദേശം 2 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് എന്തായാലും നിലവിൽ വരും. അപ്പോൾ ഈ ഒരു പുതിയ വാഹനമായതുകൊണ്ട് തന്നെ ഇത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിലാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്ക പാർട്സുകളും നമുക്ക് ഇൻഷുറൻസിൽ തന്നെ കവറഡ് ആവും. കസ്റ്റമറിൻ്റെ നിന്ന് ഒരു 2000 രൂപ മാത്രമേ ആവുള്ളൂ. പെയിൻറ്റ് ഡിപ്രിസിയേഷനും അതേപോലെ തന്നെ ക്ലെയിം ചാർജും മാത്രമേ വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ആവും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടോ, ഇതാണ് ഇമ്പാക്റ്റ് സെൻസർ. ഈ ഒരു സെൻസറിൽ മുട്ടിയാലേ നമുക്ക് എയർ ബാഗ് പുറത്തേക്ക് വരുള്ളൂ. അവിടെ തട്ടിയത് കൊണ്ടാണ് ഫ്രണ്ടിൽ 2 എയർ ബാഗും പുറത്തേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം എങ്ങനെയാണ് പണിതെടുക്കണം എന്ന് നോക്കാം. എന്തായാലും നമ്മൾ ഷോറൂം കണക്കിന് പണിയെടുത്ത് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കും. ഈ ഒരു വാഹനത്തിനെ എല്ലാം അഴിച്ചെടുത്ത് അതിൻ്റെ പാർട്സുകളെല്ലാം മാറ്റി പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോഴേ ഇതിൽ 2 എയർ ബാഗ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിന് എയർ ബാഗ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. ചൈൽഡ് പാർട്ട് വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ പാർട്ട് നമ്പർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്കുണ്ട്. ഞാൻ ഇവിടെ പറയണത് കേട്ടിട്ടുണ്ടേ, എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാഷ് ബോർഡ് മൊത്തം മാറ്റണം എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമുക്ക് പാർട്ട് നമ്പർ അവൈലബിൾ ആണ്, അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇതിൽ കുറേ പാർട്സുകൾ ഡാമേജ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? അതായത് ബോണറ്റ്, എൻ്റെ ഫ്രണ്ട് ബമ്പർ, വിൻഷീൽഡ് ഗ്ലാസ്, 2 ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് റേഡിയേറ്ററിൻ്റെ ക്രോസ്, 2 സ്റ്റെട്ട്, 2 ആക്സിൽ, 2 ലോവർ ആം, അതിൻ്റെ മെയിൻ ക്രോസ്, ഫെൻഡർ 2 എണ്ണം, എയർ ബാഗ്. ഇത്ര സാധനങ്ങളാണ് നമ്മൾക്കിതിൽ മാറ്റാനുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ വർക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിക്കഴിഞ്ഞു ഏകദേശം, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ റേഡിയേറ്റർ കണ്ടൻസറിനൊന്നും അധികം കംപ്ലൈൻ്റ് ഇല്ല. ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, അതും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ടയർ, അതിൻ്റെ അലോയ് വീല്. ഇതിൽ നമ്മൾ പെയിൻ്റ് അടിച്ചത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോണറ്റ്, ഫ്രണ്ട് ബമ്പർ, പിന്നെ 2 സൈഡ് നമ്മൾക്ക് ഫെൻഡർ ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ഡോറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്ത് ഇത് കണ്ടോ പക്കാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പെയിൻ്റ് അടിച്ചത് പെയിൻറ്റ് ബൂത്തിൽ നിന്നിട്ട് തന്നെയാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് എല്ലാതും പക്കയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടേ ഒന്ന് വാഷ് ചെയ്തിട്ട് പോളിഷ് ചെയ്തു. ആ പോളിഷ് ചെയ്തിട്ട് നിൽക്കുന്ന നുൽപ്പാണ് നമ്മുടെ. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ചെറിയ ഡസ്റ്റ് ആയാൽ തന്നെ നല്ല പോലെ അറിയിക്കും. അതാണ് ബ്ലാക്ക് കളറിൻ്റെ ഒരു പ്രശ്നം. എന്തായാലും നമ്മളൊരു ഷോറൂം കണക്കിന് പണിതെടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു വാഹനം. നമ്മൾ പറഞ്ഞ മാതിരി 2 ലക്ഷത്തിൻ്റെ അടുത്ത് ഈ ഒരു വാഹനത്തിന് ചിലവായിട്ടുണ്ട്. ഇൻഷുറൻസ് ഫുൾ ക്ലെയിം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തത് വേറെ എവിടെയല്ല, കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സിലാണ്, പാലക്കാടാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ ക്യാഷ് വർക്കായാലും ഇൻഷുറൻസ് ക്ലെയിം ആയാലും വർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ചെറിയ വല്ല വർക്കുകളാണെന്നുണ്ടെങ്കിലും അതും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. വല്ല ഫ്രണ്ട് ബമ്പറോ അതേപോലെ തന്നെ ഡോറിൻ്റെ അവിടെ സൈഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ വളരെ ഭംഗിയോടുകൂടിയും വൃത്തിയോട് കൂടിയിട്ടും അതേപോലെ തന്നെ കൃത്യസമയത്തും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും.
നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാഹനം ഒരു 10-30 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പാർട്സുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ, ഇനിയിപ്പോൾ സൈഡ് പുള്ളിങ്ങോ വേറെ വല്ല കംപ്ലൈൻറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 10-30 കിലോമീറ്റർ ഓട്ടിച്ചു കഴിഞ്ഞു. സാധാരണ ഇത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ABS ലൈറ്റഡ് കത്തുന്നതാണ്. ഇതിപ്പോൾ ഒന്നും കത്തിയില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട് വർക്ക്, സൈഡ് പുള്ളിങ്ങും ഇല്ല. ഈ സ്വിഫ്റ്റ് പണിയെടുക്കാനായിട്ട് നമ്മൾക്ക് ഒരാഴ്ച വന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ പാർട്സുകൾ നമുക്ക് കിട്ടാനായിട്ട് ഒരു 15 ദിവസം വന്നു. അങ്ങനെയാണ് നമുക്ക് ഒരു മാസത്തിൻ്റെ താഴെ ആയിട്ടുണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 6 മിനിറ്റിൻ്റെ പുറത്തുള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.